കണ്ട 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 അമ്മയ്ക്ക് വേണ്ടി കിച്ചു അർജന്റീനക്കാണ് അല്ലേ? എനിക്കിത് ഭയങ്കര ഇഷ്ടാട്ടോ. എന്താണെന്നൊന്നും അറിയില്ല, എനിക്ക് കളർ കോമ്പിനേഷൻ ഇഷ്ടാണ്. ഇന്നത്തെ ദിവസം മാത്രമേ ഉള്ളൂ. അത് എൻ്റെ കുഞ്ഞച്ചൻ വാങ്ങിക്കൊടുന്നതാണ് കേട്ടോ ഇന്നലെ എല്ലാവർക്കും, കുട്ടികൾക്കൊക്കെ. എന്താ അപ്പൊ ഞാൻ പറഞ്ഞേ എനിക്കിത് ഏറ്റവും നീലി വെള്ളയാണ് ഇഷ്ടം. അപ്പൊ കിച്ചുവിനാണ് പറഞ്ഞാൽ കിച്ചുവിന് പോർച്ചുഗൽ. അപ്പോൾ അവനതാ ഇഷ്ടം. അപ്പൊ അവൻ ഇത് കൊണ്ടുവന്നപ്പോൾ അവന് സങ്കടം വന്നു. പക്ഷെ നോക്കി കിട്ടു നോക്കുമ്പോൾ നല്ല ചന്തല്ലേ. എന്താ ഉണ്ണി ചന്തണ്ടോ ചന്തല്ലേന്നല്ല, അത് അർജന്റീനയാണ്. അർജന്റീന നല്ല കട, അർജന്റീന നന്നായത്, അടിപൊളി. അതിന്റെ കളർ കോമ്പിനേഷൻ അടിപൊളി അല്ലേ. ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു, എന്തെന്നറിയോ, ഏതിന്റെ മഞ്ഞ കൂട്ടാൻ മഞ്ഞ കളറാണ്, എല്ലാതും പ്ലേറ്റ് മഞ്ഞ കളറാണ്, ഡ്രസ്സ് മഞ്ഞ കളറാണ്. എന്താണിത്, ആ നീലിമള്ളി വെച്ചുകൂടെ പറഞ്ഞിട്ട്, നീലയിൽ പുള്ളി പുള്ളിയുള്ള പ്ലേറ്റ് വെച്ചുകൂടേക്ക് കഴിക്കാൻ പറഞ്ഞ പോലെ കുട്ടികളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ നോക്കി നോക്കി ഇത് ഇങ്ങനെ ആളിച്ച് പിടിച്ചേക്കാണല്ലേ. അപ്പോഴേ ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് ഞായറാഴ്ച ആകുമ്പോൾ നമുക്ക് ഞായറാഴ്ച എന്തായാലും എപ്പോഴും നമ്മുടെ വീട്ടിൽ സ്പെഷ്യൽ ഉണ്ടാവില്ലേ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയതാണ്, പിന്നെ നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ആഴ്ച ചിക്കൻ ഒന്നും ഇല്ലാത്തൊരാഴ്ചയാണ്. പിന്നെ ഇതാ അപ്പോൾ നമ്മളില്ലേ ഇന്ന് എന്താണെന്നറിയാം ഉണ്ടാക്കുന്നത്, ഫ്രൈഡ് റൈസ്. ഇതില്ലേന്ന് പറഞ്ഞു വെച്ചാൽ എനിക്കില്ലേ, നമ്മൾ 2 കിലോ അരിയും കൊണ്ടാട്ടോ ഉണ്ടാക്കുന്നത്. 3 കിലോനാണ് ഇത്. ഇതാ കുതിരാൻ വെച്ചു, അരമണിക്കൂർ മുമ്പേ കുതിരാൻ വെച്ചു. ഇതാ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ മൈ മാതാവ് അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. മാറ് അച്ഛനറിയാ. പിന്നെ നമ്മൾ ഓയിലില്ലേ, ഇത് വേണം. വെള്ളത്തിൽ ഓയിൽ ഒഴിക്കുന്നു. ഈ പിടിയും വലിക്കണ്ട, ഈ ഇവിടെ ഇരുന്ന് പിടി വലിച്ചാൽ മതി. അച്ചൂനടിയിട്ടോ ഈ ചെക്കൻ. ഇപ്പോഴൊക്കെ പിന്നെ എന്താ കുണിയാൻ വരുന്നത്, കുറച്ചും കൂടി കഴിഞ്ഞ് ചന്തയിൽ കണ്ട പരിചയം കൂടി ഉണ്ടായില്ല. ഇതാരാ അങ്ങനെ ചോദിക്കുവോ? എന്താ എൻ്റെ അച്ചു ആ കെട്ടൊക്കെ നഴിക്ക്. ഇത് മറ്റേ അരിയല്ലേ, നമ്മുടെ മന്തിയുടെ അരി തന്നെയല്ലേ, മന്തി റൈസിൻ്റെ അരി തന്നെയല്ലേ, ബാസ്മതി അല്ല, എന്താ പറയുക, അതാ പറയുക ബസ്മതി അല്ലല്ലോ അല്ലേ, മന്തി റൈസ് പറഞ്ഞിട്ട് വാങ്ങും. റൈസ് പറഞ്ഞിട്ട് വാങ്ങുന്നതാണ്. വേറെ എന്താണ് പറയുക, ബസ്മതി അരി തന്നെയല്ലേ. ബസ്മതി ഇതല്ല, അത് വേറെ ഇത് അല്ലാന്നൊക്കെ തോന്നിട്ട് എന്നാലും വേറെ എന്തോ ഒരു പേര് പറഞ്ഞു. എന്താ സെല്ല റൈസോ അങ്ങനെ എന്തോ ഒരു പ്രാവശ്യം പോയപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടോ. എനിക്കത് ഓർമ്മ ഉണ്ട്. നമ്മൾ വാങ്ങുമ്പോൾ അങ്ങനെയാണ് വാങ്ങാറ് കേട്ടോ. 2 കളറുണ്ട്, ഒന്ന് വെള്ള കളറും ഒന്ന് മന്തിക്ക് വാങ്ങുമ്പോൾ മഞ്ഞ കളർ വാങ്ങും. ഇത് ഞാൻ ഈ ഫ്രൈഡ് റൈസ് കുറേ ആയിട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ട്, നമ്മുടെ വീഡിയോ ആദ്യമൊക്കെ ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് ഉണ്ടാക്കാറില്ല. പൊതുവെ എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും കുഴിമന്തിയോടല്ലേ താല്പര്യം. അപ്പം അത് കാരണം പിന്നെ ഇപ്പോൾ ഇത് ഉണ്ടാക്കട്ടെ ചോദിച്ചപ്പോൾ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനില്ലേ ഇപ്രാവശ്യം നമ്മളൊന്നും ഉണ്ടാക്കാത്തൊരു സാധനമാണ് കേട്ടോ, ചില്ലി ചിക്കൻ. നമ്മൾ ചിക്കൻ വറക്കില്ലേ, അപ്പോൾ അതായിരിക്കും ചില്ലി ചിക്കൻ എന്ന് വിചാരിച്ചത്. അപ്പോൾ അതല്ല ചില്ലി ചിക്കൻ. എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ വീഡിയോ എടുത്ത്, ഫ്രണ്ട് പറഞ്ഞ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ഒരു കുട്ടിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. ചേച്ചിയുടെ പറഞ്ഞു തന്നു. എന്നിട്ട് ചേച്ചിയുടെ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ട് ഇപ്പം നമുക്ക് എന്താ സ്പ്രിങ് ഒനിയനോ അതൊന്നും നമ്മുടെ ഇവിടെ കിട്ടാനില്ല കേട്ടോ. എന്താ ആ സംഭവമൊന്നും ഇപ്പം ഉള്ളത് വെച്ചിട്ട് അവർ പറഞ്ഞത് വെച്ചിട്ട് ചില സമയത്ത് കിട്ടാറുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ അധികം വാങ്ങിയിട്ടില്ല കേട്ടോ അത് ലേട്ടാ. ആർക്കും അതന്നെ. അപ്പോൾ സ്പ്രിങ് ഒനിയൻ ആ സംഭവമൊന്നും ഇവിടെ കിട്ടില്ല. ഉള്ളത് വെച്ചിട്ട് നമുക്കില്ലേ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു. സുകന്യ ഇപ്പോൾ വരും, ചോറ് ആവട്ടെ. വെറുതെ പറയട്ടോ, ആയിട്ടും കൂടി ഇല്ല. മയോണൈസ് ഒന്നും വേണ്ട, ഉപ്പുണ്ടോ നോക്കിക്കോ വന്നിട്ട്. പിന്നെ അപ്പൊ കണക്കുണ പറഞ്ഞ ശരിയല്ലേ. നമ്മള് അവിടെ നിന്ന് ഇതെടുത്തിട്ട് അരി ഇട്ടു കേട്ടോ. ഇനി ഇതൊന്ന് ഒരു 80-85% ഒന്ന് വേവട്ടെ. ഫ്രൈഡ് റൈസ് പിന്നെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ എനിക്ക്
ഒരു പേടി എന്നാണ് ചില്ലി ചിക്കൻ അത് ആദ്യമായിട്ടായതും കൊണ്ട് ഒരു ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെ വെച്ചാൽ നമ്മൾ പേടിച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ ഏട്ടാ? പേടിച്ച് മാറി നിന്നാലേ നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കുപ്പായ മാറ്റിട്ട് വന്ന് ഇതപ്പൊ നന്നായത്. ഇപ്പൊ ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇപ്പൊ ഇത് മാറ്റൽ തന്നെ ആവോ ചേട്ടാ? ഇപ്പൊ ദാ ഇത് അരി ചോറിന്റെ അരി 2-3 വറ്റ് പോയി നോക്കി. ഇതൊക്കെ വേണോ? മാങ്ങ വേണോ? മാങ്ങ ഉണ്ടാവില്ലേ? പുച്ഛം ഇതൊക്കെ മാങ്ങയൊക്കെ അനിയേട്ടൻ വെറുതെ കളിപ്പിക്കാണ്. അനിയേട്ടൻ കളിപ്പിക്കാണ് കേട്ടോ കൂട്ട്. നല്ലത് കിട്ടിയില്ലേ? ഇതൊക്കെ ഇനി നമുക്ക് നുറുക്കിയെടുക്കാനുള്ള സാധനങ്ങളാണ്. അച്ചക്കുട്ടി വായോ, വേഗം വായോ. അവിടെ ചോളൂ, കഴിക്കോളൂ. അതിനിങ്ങനെ മക്കള് ആദ്യം ഉണ്ട്. വേഗം അരിഞ്ഞോ. അമ്മട്ടി വരട്ടെ, എന്നിട്ട് നീളത്തിൽ അരിയണേ. അതൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് കാണിച്ചാലോ? പോരെ? കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ചിക്കൻ കഴുകാൻ. ക്യാപ്സിക്കം ചില്ലിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഈ 2 എണ്ണ ഇവിടെ കിട്ടിയുള്ളൂ. നമ്മുടെ നാട്ടിൻപുറമാണല്ലോ. അപ്പം ഞാൻ കുറച്ചുണ്ടാവും. പിന്നെ ഇതാ ക്യാരറ്റ്, ബീൻസ്, ഇത് ക്യാബേജ്, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ ഇതൊക്കെ എന്താ മുട്ടീനെയും കൊണ്ട് നമുക്ക് കഴുകുകയല്ല, നുറുക്കിക്കാട്ടോ. മുട്ടി നീച്ച് വന്നിട്ട് അച്ചുട്ടീനെ കൊണ്ട്. അത് കോൺഫ്ലവർ കേട്ടോ. ആദ്യം ഞാൻ ചിക്കനൊന്ന് കഴുകട്ടെ, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളാണ്. ഇതാ ഇഞ്ചി, വെളുത്തുള്ളി കേട്ടോ. ഇരുന്നോട്ടെ. കോൺഫ്ലവർ കേട്ടോ. കോൺഫ്ലവർ ഏത്? കുറച്ച് മൈദ. ഏതുപോലെ? മുളക് പൊടി ഒക്കെ. മറ്റേ ചില്ലി വാങ്ങണമായിരുന്നു. കാശ്മീരി ചില്ലിയോ? എന്തത് ഇങ്ങനെ പുകയാണ്? വെറുതെ ഉപ്പ് കേട്ടോ. മുട്ട. പോയി ഓടക്കോല്. തിരുമ്പിയിട്ട് ഇനി ഇതൊരു 1/2 മണിക്കൂറില്ലേ ഇങ്ങനെ വെക്കണം കേട്ടോ. അല്ലേ? ഇതാണ്ടോ നമ്മളില്ലേ നല്ല നല്ല പീസുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, മറ്റേതൊന്നും എടുത്തിട്ടില്ല. അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ചില്ലി പറഞ്ഞിട്ട് വെറും ഇറച്ചി വറുക്കല. അത് ചില്ലി ആവില്ല, അത് വെറും ഇറച്ചി വറുത്തതേ ആവും. ഇത് ഉണ്ടാക്കി ചില്ലി ആവില്ല. ഒന്ന് ചില്ലിയാണ് അച്ചോ, ചിക്കൻ ചില്ലി. കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ കുമ്പളങ്ങി ചിക്കൻ വെക്കാൻ. ചുക്കുവെള്ളം അവിടെയാണ്. ഇത് അതിൽ ചുക്കുവെള്ളമാണ്. അതുകൊണ്ടോ കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു ചുക്കുവെള്ളം, പ്രസ്സിയുടെ ചുക്കുവെള്ളം കളർ കാണാൻ നല്ല രസമുണ്ടല്ലോ, ഇതെന്താണെന്ന്. ഇത് നമ്മുടെ ഇവിടെ ദാഹമുക്തി പറഞ്ഞിട്ടൊരു പൊടി കിട്ടും കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെള്ളം തിളപ്പിക്കുക. അത് നമ്മൾ തിളച്ചിങ്ങനെ വരുമ്പല്ലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഏട്ടാ വെള്ളം കുടിക്കാൻ. അപ്പോൾ അതാട്ടോ നമ്മുടെ ഈ ബാക്കിയുള്ളതൊക്കെ ഞാൻ അരിഞ്ഞു വെക്കട്ടെ. ഇതാട്ടോ നമ്മുടെ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മളിതാ ഉള്ളിയില്ലേ, ഉള്ളി ഞാനിതാ ഇത്ര വലുപ്പത്തിൽ ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ ക്യാപ്സിക്കം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഉള്ളി ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചൊരു അല്ലേ ചില്ലി ചിക്കൻക്ക് ഇതാ നമ്മൾ വെക്കുള്ളത് മാത്രമേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. എന്താ അത്? എന്താ ഇവിടെ കിച്ചു? ആ ചിക്കൻ ഉണ്ടാക്കണ പാത്രം അവിടെ ഉണ്ട്, അവിടെ നിന്ന് എടുത്തിട്ട് പോയോ? തറവാട്ടിൽ നിന്ന് ആ വട്ടത്തിലുള്ള പാത്രമല്ലേ?
ചിക്കൻ ഉണ്ടാക്കുന്ന പാത്രം പറഞ്ഞ പാത്രം ഏതാ? പൊന്നു അത് ചൂടുണ്ട് ഇപ്പൊ. എണ്ണതായി പോണതാ. അയ്യോ ചോറും പാത്രം മറക്കല്ലേ. എണ്ണതാക്കി പോണതല്ല. എന്താ ഒരു പോരുന്നതാ ഏ പോരുന്നതാ. കറി വെക്കില്ലേ, ചിക്കൻ കറി വെക്കില്ലേ ആ പാത്രം. അല്ലാട്ടോ നിന്നതാ നിന്നോ മതിരുണ്ടോ? അവ എല്ലാവർക്കും തരുന്നു നോക്കിയേക്കാ. ബാബുണ്ണീനെ വിളിക്കണ്. ഏട്ടാ ഇവർക്ക് മയോണൈസ് വേണത്രേ. ആ മയോണൈസ് വേണത്രേ ഏട്ടാ. മയോണൈസ് ഒന്നും വേണ്ട. ഇതിലേക്ക് എന്തിനാ മയോണൈസ് വേണത്രേ. അതിന് ചിക്കൻ ടൊമാറ്റോ സോസ് ഉണ്ട്. അത് ആര് കഴിക്കുന്നേ? കിച്ചു കണ്ടിട്ടേ ഇല്ല ഏട്ടാ, കഴിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ എന്താ അത് വട്ടത്തിൽ എങ്ങനെ കഴിക്കാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. തിരിച്ചാ അവര് ഉണ്ടാക്കട്ടെ. നിങ്ങൾ അതിനെ കുറിച്ച് പേടിക്കേ വേണ്ട. ഞാന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താണെന്നറിയോ നമ്മള് ആരെ പേടിക്കുന്നു? ആരെ പേടിക്കുന്നു? ആരെ പേടിക്കണോ? എന്താ അത് നിലത്തുനിന്നില്ല വാഴ പൊട്ടൊക്കെ ചീട്ടാ മൂസ ഉണ്ടാക്കി വെച്ചാ. ആരെ പേടിയെന്നോ? ശരിയായിട്ടില്ലെങ്കിൽ ഇത്രയും ചിക്കൻ പോവില്ലേ. പിന്നെന്താ വെച്ചാല് നമ്മളിത് പോവില്ല ചിക്കൻ. ഏട്ടന് ഇന്നെന്ന് അത്രയ്ക്കും എല്ലാ പ്ലേറ്റിക്കും പോവാന്നല്ലാണ്ട് എവിടേക്കും പോവില്ല. ഒന്നും പേടിക്കില്ല. നമ്മുടെ കുട്ടിക്ക് വേണ്ട വേണ്ട എന്നാ പൊന്നാ കൊടുക്ക്. ഏട്ടന്മാരും കൊടുക്ക്. ഏട്ടന്മാർക്ക് കൊടുക്കൂത്തേ. അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. കിച്ചു കുഞ്ഞു ഇങ്ങനത്തെ കോഴിന്റെ പാത്രം എടുത്തിട്ട് വേണം ഉണ്ണി. ഉണ്ണി ഓരോ പാത്രങ്ങള് ഇതാവുമ്പോ എന്താണെന്നറിയോ, ഈ ചട്ടിയിലാവുമ്പോൾ അധികം എണ്ണ വേണ്ട കേട്ടോ. കുറച്ച് നേരം കഷ്ടപ്പെട്ടാലും അല്ലേ അവരുടെ നുറുക്കലും കഴിയുമ്പോഴേക്കും. നമ്മുടെ ഇവിടെ വീടിൻ്റെ ഫങ്ഷന് വൈകുന്നേരം ആകുമ്പോൾ ഇതാണ് കേട്ടോ ഉണ്ടാക്കി. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനല്ലേ ഏട്ടാ? വൈകുന്നേരത്തെ ആയിരുന്നില്ലേ നമ്മുടെ എന്താ ഇവിടെ ആദ്യം പ്ലെയിൻ റൈസും എന്താ കടായി ചിക്കനും ഉണ്ടാക്കി. പിന്നെ ഉച്ചയ്ക്ക് അനിയൻ പറഞ്ഞു എന്താ പണിക്കാരെല്ലാവരും വരുമ്പോൾ അവരെന്താ വെച്ചാൽ അത്രയും നമുക്ക് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടതല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു അത്യാവശ്യം നല്ല രീതിയിൽ, മറ്റവർക്ക് നല്ലതല്ലാതല്ല കേട്ടോ പറഞ്ഞു. സദ്യ ഉണ്ടായിരുന്നു രണ്ട് രീതിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ രണ്ട് രീതിക്ക് ആക്കിയത് കേട്ടോ. ഇതിലിനി മറ്റേത് വെറുതെ ഇറച്ചി എന്താണ് എന്ത് വൈഫൈ ഓഫ് ആക്കിയിട്ടില്ലല്ലോ. ഈ യൂട്യൂബ് വേണ്ട അവിടെ ഇരിക്കുക. ഷർട്ട് വന്നിട്ട് ഏതെപ്പോഴൊക്കെ തിരക്ക്. എന്താ ചില്ലി ഇങ്ങനെ ആവണത് തന്നെയാണ്. പക്ഷെ നമ്മൾ കുറേ നേരം വെക്കാറില്ല എന്ന് മാത്രം. നമ്മൾ ഉണ്ടാക്കലും വേഗം അല്ല. ഇതിന് നമ്മുടെ കാശ്മീരി ചില്ലിയും കൂടിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കളറ് വരും കേട്ടോ. ശരിക്കുള്ള കളറായിരുന്നു. ഉണക്കമുളകും ചതച്ചിടണം, പെരിഞ്ചീരകം ഇടണേ. എന്താണ് ഇതിങ്ങനെ ഇങ്ങനെ ചില്ലിയാക്കിയിട്ട് ഒരു കറി വെക്കുന്നുണ്ട്. അങ്ങനെ തന്നെയല്ലേ നാളെ ഇറച്ചി ഉണ്ടാക്കിയത് നമ്മൾ. അതല്ലാണ്ട് ചാറ് കറിയോ? ചെറുതാടി പൊറോട്ടയ്ക്ക് കഴിക്കാൻ എന്ത് പേര് മറന്നതിൻ്റെ ചില്ലി ഗോപിയാണോ അങ്ങനെ എന്തോ ഒരു പേരാണ്. നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ. എന്താണുണ്ട് സിനിമ ഇന്ന് നമ്മൾ ഉച്ചക്കില്ലേ പണി ഒരുങ്ങിയിട്ട് ഞാൻ പറഞ്ഞു സിനിമ കണ്ടിരിക്കാന്ന് പറഞ്ഞു. അതിനാ പറയുന്നത്. ടി വിയിലുണ്ടോ ഏതെങ്കിലും ഒരു സിനിമ? അല്ലാണ്ട് ഏത് സിനിമ? ഞാൻ പോയിട്ടില്ല കേട്ടോ സിനിമയ്ക്ക്. അമ്മോ ഉണ്ടാവുമായിരിക്കും. പഴക്കമുള്ള വീടുകളും ബ്രിട്ടീഷുകാർ പണിതൊക്കെ ഉണ്ടാവും. നമുക്കറിയില്ല. ഇപ്പൊ ആയിട്ട് തരാം. എന്താണ് കുഞ്ഞുണ്ണിയെ
ഇജ്ജ് എന്നാലും ബ്രസീലിലായല്ലോ. ഇജ്ജ് അർജന്റീനക്ക് വന്നില്ലല്ലോ ഈ. അവനെന്താ ബ്രസീൽ, അങ്ങനെയല്ല പെണ്ണേ, അങ്ങനെയല്ല. ഉപ്പേരിക്ക് നുറുക്കുന്ന പോലെ തന്നെ നുറുക്കിക്കോ. അവനെന്താ അർജന്റീന വെച്ചിരുന്നത്? നീളത്തിലോ? കുഞ്ഞുണ്ണിക്ക് അറിയോ? സമയം പിടിക്കട്ടെ. എനക്കറിയോ? അവനറിയില്ല, കുഞ്ഞനറിയില്ല, പിന്നെ എങ്ങനെ പൊന്നൂസൻ അറിയില്ല? എൻ്റെ അമ്മൂട്ടി കണ്ടോ, നൈസാക്കി അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേതിന് പകരം പാകായിരിക്കും. എന്താ എന്ത് ഒനിയന? സ്പ്രിങ് ഒനിയനോ? സ്പ്രിങ് ഒനിയൻ. നമ്മുടെ ഇവിടെ ചില സാധനങ്ങളില്ലേ കിട്ടണം എന്നുണ്ടെങ്കിൽ ടൗണിൽ പോയാൽ സമയങ്ങളിലൊക്കെ കാണലില്ല. അതിന് ഞാൻ പറഞ്ഞിട്ടില്ലേ മുള്ളങ്കി. ആ സാധനം ഇവിടെ അമ്മ കണ്ടിട്ടില്ല. അമ്മയുടെ എത്രയോ വർഷങ്ങൾ കല്യാണം കഴിഞ്ഞ്, എത്ര വർഷങ്ങളായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അച്ഛൻ വെള്ള ക്യാരറ്റ് കൊണ്ടുവന്നൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ അത് എനിക്കറിയില്ല കേട്ടോ. തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി കോയമ്പത്തൂർ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കറിയാം അത് മുള്ളങ്കിയാണ് എന്നുള്ളത്. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് പറഞ്ഞല്ലേ. ഇപ്പം പിന്നെ നമുക്ക് എല്ലാം അറിയാലോ അല്ലേ. അന്നിപ്പോൾ എന്താ, ഉരുളക്കിഴങ്ങ് കൊണ്ടുവരും, വലിയ ഉള്ളി കൊണ്ടുവരും, വെണ്ടയ്ക്ക, കയപ്പയ്ക്ക, പിന്നെ ഇപ്പം എന്താ വഴുതനങ്ങ, അതുകൊണ്ടൊരു സാമ്പാർ. പക്ഷെ തന്നെ പിന്നെ കുമ്പളങ്ങ. എന്താണ്ടി ഇതായിരുന്നു പച്ചക്കറികൾ. പിന്നെ മുരിങ്ങക്കായ ഒന്നും വാങ്ങാറില്ല. മുരിങ്ങക്കായൊക്കെ നമ്മുടെ തൊടിയിൽ ഇഷ്ടം പോലെ. ആകെ നമുക്ക് കിട്ടുന്ന പച്ചക്കറികൾ അതൊക്കെയാണ്. എൻ്റെ കുട്ടി, ഒന്നുള്ള കുട്ടി അതിന് തുണിയിട്ടില്ലടാ. സൂചിയിൽ നൂലിടുമാരിയുണ്ട്. അതിലേക്ക് ബോട്ടിലുള്ളിക്ക് അടപ്പുണ്ട്. എന്താണ് ഇന്ന തിരക്കിന് വന്നിട്ട്? അല്ലേ ഇന്ന തിരക്കിന് വന്നിട്ട് അടുത്ത 23-ാം തീയതി നമ്മുടെ അമ്മുട്ടിയുടെ പിറന്നാളാണ് കേട്ടോ വരുന്നത്. അപ്പോ എൻ്റെ പിറന്നാളൊക്കെ കഴിഞ്ഞില്ലടാ. ഞങ്ങൾ രണ്ടുപേരും ഒരു നാളാണ്. അത്തം, പെണ്ണത്തം പൊന്നത്തം പറയട്ടോ. പക്ഷെ ഈ അത്തനാളുകാരുടെ ഒരു സ്വഭാവം ഉണ്ട്. എങ്ങനെയാണെന്ന് അറിയോ, എപ്പോഴും ഒരു സങ്കടമായിരിക്കും. അവർക്ക് സന്തോഷം കുറച്ചേ കിട്ടുള്ളൂ. നമുക്ക് നമ്മളാലോചിച്ചിട്ടില്ലെങ്കിൽ വേറുള്ളവരെ ആലോചിച്ചിട്ടെങ്കിലും. ഏട്ടാ, നിങ്ങളുടെ മകൻ വെള്ളം നിറച്ച് വെച്ചോ? നിറച്ച് വെച്ച് കഴിഞ്ഞാൽ കിച്ചോ ടാങ്കത്തെ വെള്ളം തീരും. എന്നാലും അതിലേക്ക് വെള്ളമാവില്ല. ഞാനിപ്പോ വന്ന് നോക്കിയോ കൊണ്ടില്ലെങ്കിലോ അല്ലാണ്ട് പോവും. അല്ലാണ്ട് എന്താ കറണ്ടും പോണം. അടിപൊളിയാവുന്ന കണ്ടോയ അടിപൊളിയായി. ബാത്റൂമിൽ കയറി കഴിഞ്ഞിട്ട് ഇന്നലെ ഒരാൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞു നിങ്ങളിപ്പല്ലേ ഇങ്ങനെ എടുത്തെടുത്തിട്ട് ഈ ഒരു പാത്രം നിറയേണ്ടതാണ്, നമുക്കിത് കഴിക്കാൻ വൈകുന്നേരത്ത് ഞാൻ ഇതേപോലെ ഉണ്ടാക്കി തരാം. കുട്ടികൾ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാനും പറ്റില്ല. ഇതേ കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവർ നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതില്ലേ ഒന്ന് കലക്കി വെക്കട്ടെ കേട്ടോ. ആ സമയമാകുമ്പോഴേക്കും കട്ടല്ലാതെ കലക്കി വെച്ചാൽ എന്താ ഈ കാണിക്കുന്നു? അത് കളയല്ലടാ. ഞാൻ വേണ്ടേ തീപ്പെട്ടിക്കൊള്ളി പോലെ ആക്കാണ്. എന്തൊക്കെയുള്ള അസുഖം ഇത് ഇങ്ങനെ തീപ്പെട്ടിക്കൊള്ളി പരുവത്തിൽ. ആയി മറ്റേ ഇതല്ലേ മന്തി റൈസിന്റെ കൂടെ ഏട്ടാ മഴ പെയ്യണ നല്ലതാ. എന്താണെന്നറിയോ, ചൂടുള്ള സാധനം മഴയത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. തണുപ്പായിക്കോളും അല്ലേ? തണുപ്പായിക്കോളും പറയും. വേറൊരു കത്തിയില്ലേ, അതവിടെ അവിടെ വെച്ചിട്ടുണ്ട്. മോശമായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. രണ്ടാളല്ലേ ഉള്ളൂ. അച്ഛൻ ഒരു കത്തി അവിടെ വെച്ച്. ഇതങ്ങനെ കുടിക്കാൻ പറ്റിയതിന് സോയ സോസോ? സോയ സോസ് അങ്ങനെ കുടിക്കാം പറ്റില്ലേ? ഇത് തിന്നും. സോയ സോസൊക്കെ നീ തിന്നും. തുടങ്ങല്ലേ ഏത്
അതൊക്കെ എന്താന്ന് അറിയണമെങ്കിൽ അടുത്ത് നിൽക്കണം. വിട്ട് നിന്ന് കഴിഞ്ഞാലൊന്നും മനസ്സിലായില്ല. ഇത് നമ്മളില്ലേ എണ്ണ എൻ്റെ മേത്തില്ലേ എന്താ ഞാൻ ശ്രദ്ധിക്കും, നിങ്ങൾ ശ്രദ്ധിക്കില്ല. ഈ എണ്ണ തന്നെയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പൊട്ടിത്തെറിച്ചിനോ ഒക്കെ കൈ പൊള്ളുന്ന സാധനങ്ങളേ ഉള്ളൂ. നമ്മളില്ലേ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. മാറില്ല കിച്ചുട്ടാ ഒന്നേ മാറിക്കടാ. ഓ നന്നായിട്ടുണ്ട്. എന്താ അടയാളപ്പെടുത്തുക കാലമേ, അടയാളപ്പെടുത്തു. ഓ ഇത് ഗഡികാരം നിലയ്ക്കുന്ന സമയം. പിന്നെന്താ മനസ്സിലേക്കില്ല. ഇതൊക്കെ ഓർത്ത് വെക്കണ്ടല്ലോ അല്ലേ? പച്ചമുളക് ഇഞ്ചി എന്താ വെളുത്തുള്ളി ഇട്ടോ. ഇത് നന്നായിതാ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതിൽ ചുവപ്പ് കളറ് മഞ്ഞ കളറൊക്കെ ഉള്ളതില്ലേ, അതൊന്നും നമ്മുടെ ഇവിടെ ക്യാപ്സിക്കം കിട്ടില്ല. പച്ചക്കളർ കിട്ടിയതിന്റെ ഭാഗ്യം. നമുക്ക് ഫ്രൈഡ് റൈസിൽ വേണമെങ്കിൽ ഇടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ അധികം എപ്പോഴും കിട്ടാറില്ല, അപ്പം അതുകൊണ്ട് ഇടാറില്ല കേട്ടോ. എന്ത് ആ അവിടെ വൃത്തിയാക്കി ഇട് കേട്ടോ ഉണ്ണി. ചിലപ്പം കുറച്ച് കൂടി ഉള്ളിയുടെ ഞാൻ 4 കഷ്ണാക്കിയുള്ളൂ. എന്തിന്? ഇറച്ചിയിലോ? സാധാരണ കുഞ്ഞുണ്ണി ഇവിടെ എന്താ എങ്ങനെ പറയാ, ചിക്കൻ വറക്കുമ്പോഴേ കുട്ടികൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇതാകുമ്പോഴേ ലാസ്റ്റ് ആവുമ്പോഴേക്കും ചിക്കൻ വറക്കൊണ്ടാണത് കുഞ്ഞുണ്ണിയൊക്കെ വന്നിരിക്കുന്നത്. അല്ല കുഞ്ഞുണ്ണി പ്രദേശത്ത് കാണാത്ത ഈ മുയൽ തന്നെയാണ് ശരിക്കും. നീ മുയലാണ്. ഇത് കുറച്ച് വലിപ്പം കൂടിട്ടോ. അത് ഞാൻ തന്നെയാണ് അരിഞ്ഞത്. ഞാൻ വാട്ടിട്ടേ ഉള്ളൂ. ഉള്ളി അരിയുമ്പല്ലേ ചെറുതായിട്ട് അരിയണം കേട്ടോ. എൻ്റെ പോലെ വലിയ ഉള്ളി അരിയും. എൻ്റെ അമ്മയാണ് പറയുക എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ വലുതായ വായ തന്നിട്ടുണ്ടോ വലിയ വായ അതൊക്കെയാണ് കുത്തിയുടെ കഴിച്ചാൽ മതി പറയാം. അത് ഞാനില്ലേ ഇത്ര 4 കഷ്ണാക്കിട്ട് വെച്ചു. പിന്നെ അത് ചെയ്യണം വിചാരിച്ചതാണ്ടോ ഉള്ളിയുടെ വലുപ്പതൊക്കെ. നിങ്ങൾക്ക് കഴിക്കുമ്പോ ഉള്ളി വലുപ്പം കൂടി ഇത്രേ. ഇനി എന്താ ചെയ്യാ? എന്റെ ചെറിയ വായ കൊണ്ട് എങ്ങനെ നീ കഴിക്കുക? എന്റെ ചെറിയ വായ കൊണ്ട് എങ്ങനെ നീ കഴിക്കുക? ഉള്ളി വലിയ ഉള്ളിയാ. ഇനി നീ എങ്ങനെ കഴിക്കുക? അവന്റെ ചെറിയ വായ, അവന്റെ കുഞ്ഞു വായ. അതവൻ കരയുമ്പോഴല്ലേ അവന്റെ വലിയ വായ വിളി, അല്ലെങ്കിൽ അവന്റെ ചെറിയ വായ. അവിടെ പോയിരിക്കും. ഇനി അമ്മ വിളിക്കാം. ഇവിടെ ഇങ്ങനെ തിരിയുമ്പോ ഉള്ള സ്ഥലം കിട്ടില്ല കേട്ടാ. നല്ല ഒരു കണ്ടില്ലേ വാടി വന്നേ. ഇനി നമ്മളില്ലേ ഇതിലിതാ സോയാ സോസ്. എൻ്റെ അമ്മ ഇത് കണ്ടുപിടിക്കണ്ടേ. ഇളക്കാമുട്ടി ഇത് ടൊമാറ്റോ സോസ്. ചില്ലി സോസ് കേട്ടോ. ബ്ലാക്കോ? നമ്മൾ ഇത് നാളെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ. മാറാൻ പൊട്ടി വിട്, മാറ് ഇങ്ങനെ ഇളക്കൽ. അത് അങ്ങോട്ട് കണ്ടോ, അത് കൂടെയൊക്കെ തെറിപ്പിക്കല്ലേ. നമ്മളതിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇതിരിക്കും. ഈ 2 ഇരിക്കും.
ടൊമാറ്റോ സോസ് മാത്രം ഇരിക്കില്ല. ആ അവിടെ ഉണ്ടേ. ഇതാട്ടോ ഇനി നമ്മളിതാ ഇത് കണ്ടില്ലേ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ഇപ്പൊ തുടങ്ങും. അത് പരിപാടി കഴിഞ്ഞു. ഇതില്ലേ കൂട്ടുകാരുണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതേപോലെ കൂട്ടുകാരുണ്ടാക്കുന്ന രീതിയും കൂടി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. നമുക്കിങ്ങനെ ഇതാ കോൺഫ്ലവറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇളക്കി 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 കൊടുക്കണം അല്ലേ. ചിക്കൻ വറുത്തതും കൂടി ഇട്ട് കൊടുക്കണ്ടേ. സൂര്യന് ഭയങ്കര ശ്രദ്ധിച്ചിട്ടുള്ള രീതിയിലാണ്. അളവ് ഒരു പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിച്ചിട്ടാണ് സൂര്യ. ആ മൂളിപ്പാട്ട് നേരെ പാട്. മൂളിപ്പാട്ട് നേരെ വരട്ടെങ്കിൽ നല്ല കേക്കൂ. ഇതാ ആവശ്യമുള്ളെങ്കിൽ ഇതെടുക്കണം കേട്ടോ. ആവശ്യമുള്ളെങ്കിൽ കളറൊക്കെ ചിലവർ ചേർക്കും. നമ്മൾ കളറൊന്നും ചേർക്കില്ലല്ലോ ഏട്ടാ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇതാ വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു കഴിച്ചു നോക്ക്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് ഇത്ര കാലമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എങ്ങനെയുണ്ട്? കടായി ഇതാണ് ചില്ലി ചിക്കൻ. ഇതന്നെ ഞാൻ പറഞ്ഞതേ ചില്ലി ഗോപിയോ. അതിങ്ങനെ തന്നെയാണ്. ചിക്കൻ എങ്ങനെയല്ല, ചില്ലി ഗോപിയാണ് ഉണ്ട്. എനിക്ക് പറഞ്ഞത് ചില്ലി ചിക്കൻ എങ്ങനെയാണെന്ന് ചില്ലി പറഞ്ഞത്. ഗോപി പറഞ്ഞിട്ട് അവിടെ സംഭവം ഉണ്ടായിരുന്നു. അത് ചില്ലി ഗോപി പറഞ്ഞത് മറ്റേ സാധനം തന്നെയാണ്. എന്താ എന്ത് ഫ്ലവറാണ്? കോളിഫ്ലവറാ. കോളിഫ്ലവർ അത് അങ്ങളെന്നെ തിന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുത്തില്ല. പേര് മറന്നുപോയി. നന്നായിട്ടുണ്ട് ഇത്. അത് മുഴുവൻ നിന്നാൽ നിങ്ങൾ നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയുമോ. പക്ഷെ ചോറിനും ഉണ്ടാവില്ല. അതുകൊണ്ട് നന്നായത് അവിടെക്കട്ടെ. അത് എങ്ങോട്ട് സൂര്യ? മയോണൈസ് ഇതിൽ അല്ല കഴിക്കുക. അത് കുഴിമന്തിയിലാണ്. വേറൊരു പാത്രം എടുക്ക്. ഉപ്പിട്ടതിൽ മുട്ടയിൽ ഉപ്പിട്. ഇതാട്ടോ നമ്മൾ മുട്ട ചിക്കി പൊട്ടിക്കാൻ നിൽക്കുകയാണേ. 1:45 സമയം. ഉപ്പിട്ട ഉപ്പിട്ടില്ലല്ലോ ഇതില്. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കണത്. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടമായി പറയുമ്പോൾ എനിക്ക് സന്തോഷം. എടുത്തോ ഇനി. ഉള്ളിയും കൂടിയും ടേസ്റ്റ് ഉണ്ട്. അവൾക്ക് മാത്രം ആരും കൊടുത്തില്ല. വാ, നമ്മുടെ കുട്ടിക്ക് തന്നെയല്ലേ ഇത്. മൊത്തം എടുത്തോ. എടുത്തോ. നിങ്ങൾക്ക് ആ കയ്യിലുണ്ടല്ലോ. ആ ഉള്ളി ക്യാപ്സിക്കൊക്കെ രസമുണ്ട്. കുഞ്ഞിനും കൊടുക്ക് 2 കഷ്ണം. കൊടുക്ക് മമ്മൂട്ടി. നോട്ടം. ഇത് കൂട്ടിയിട്ട് കഴിക്കാനാണ് കേട്ടോ കുഞ്ഞാ. നമ്മക്ക് ഇതൊക്കെ കൂട്ടിയിട്ട് ഇപ്പൊ കഴിക്കണ്ട. കുട്ടികൾ കഴിക്കാൻ തന്നെ ഉണ്ടാക്കണം. എങ്ങനെയുണ്ട് കുഞ്ഞു? ഇഷ്ടമായോ? ഇഷ്ടമായിടാ കുഞ്ഞ്? നന്നായിട്ടുണ്ടോ? ആ മുട്ട വറുത്തതിൽ തന്നെ ചെയ്തു കേട്ടോ. ക്യാരറ്റ് എന്താ
നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്നില്ലേ ഇഞ്ചിയുടെ ഇതൊക്കെ അതിലിട്ട് കൊടുത്ത് ഇതാ ഇല വെട്ടിയിരുന്നെങ്കിൽ സുഖമായി. നമ്മുടെ സ്കൂൾ ലൈഫിൽ ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ്, ഹാപ്പിയാണ്. അമ്മൂട്ടി അവിടെ നിന്ന് 2 കൊള്ളി വേർക്കെടുത്തിട്ട് നേവയ്ക്ക് സ്കൂൾ ലൈഫ് ഇങ്ങനെ ഓർമ്മ വരികയാണ്, അതിങ്ങനെ കാണുമ്പോഴേ. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, വെളുത്തുള്ളി മാത്രം ഇട്ട് കൊടുത്താലും മതി. ഞാനപ്പ വെച്ചു കൊടുത്തു. സത്യം പറയാച്ചല്ലേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ചിക്കൻ. ഇവിടെ ഉണ്ടാക്കിയ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നേ കണ്ട. പക്ഷെ കളറില്ലേ, ആ കളറും കൂടി ഇത് കൊടുത്താൽ മതിയായിരുന്നു. എന്താണെന്നറിയോ, കാശ്മീരി മുളക് പൊടി ഇല്ലേ, അതിന്റെ ഒരു കളർ. മുളക് പൊടിക്കാൻ മുളക് പൊടിച്ച് വാങ്ങട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ലൈറ്റ് തന്നെ മിക്സ് ചെയ്തിട്ട് പൊടിച്ചാലും മതി. കളറിട്ടല്ലേ വേണ്ടു. മറ്റേത് 3 കിലോ 1 കിലോ വാങ്ങിയാൽ മതി. നല്ല വിലയാണ്. അരക്കിലോ വാങ്ങിയാൽ മതി. 1/2 കിലോ 1/4 കിലോ തന്നെ എന്താ നല്ല വിലയാണത്. വിലയുള്ളത് കാശ്മീരി മുളക് പൊടിയല്ല കേട്ടാ വില കൂടുതലേ. അമ്മയും പറഞ്ഞു 1/4 കിലോ വാങ്ങിയാലും മതി. അതിൻ്റെ ഇടയിൽ കൂടെ 1/4 കിലോ വാങ്ങിയിട്ടാണ്. മീൻകറിയൊക്കെ വെക്കുമ്പോ കണ്ടില്ലേ, എനിക്കറിയില്ല കേട്ടോ, അമ്മ പറഞ്ഞതാണ്, നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. കുറച്ച് ഒഴിച്ചു കൊടുത്താലോ? കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഇതല്ലേ നിറമൊന്നും കിട്ടാനല്ല കേട്ടോ. കണ്ടില്ലേ സുകന്യെ, ഒരു ഇടം കണ്ടിട്ട് അങ്ങോട്ട് നോക്കിക്കോട്ടോ. സുകന്യെ, ഇടം കണ്ടിട്ട് അടുപ്പിന്റെ ഇടയ്ക്ക് നോക്കിക്കോ. വീട്ടിൽ പോയിട്ട് ഞെട്ടിക്കുന്ന വീട്ടുകാരെ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി കൊടുക്ക. എന്ത് കേട്ട ഞാൻ പറഞ്ഞത്? എന്താ ഈ കേട്ട്? അതിനുള്ളിൽ തലയിടാനല്ലേ പറഞ്ഞു. അതിനുള്ളിൽ തലയിടാനാ പറഞ്ഞത്. അങ്ങോട്ട് ഒരു നോട്ടം നോക്കിക്കോ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മള്. നല്ല മണം വരാൻ തുടങ്ങിയില്ല അതിന്റെ. ശരിക്കില്ലേ ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണം ഇഷ്ടമുള്ള ആളാട്ടോ നമ്മുടെ അമ്മൂട്ടിക്ക് ഇങ്ങനത്തെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയ ഭയങ്കര ഇഷ്ടം. ഈ സോസ് എനിക്കും എന്താ എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള ഒരു കാര്യം. അമ്മൂട്ടിക്ക് ഭയങ്കര ചോറിങ്ങനെ കാണുമ്പല്ലേ എന്താ നിങ്ങൾക്ക് തോന്നും. അമ്മൂട്ടി ഇത് ഉണ്ടാക്കി തരൂട്ടെ നിങ്ങൾക്ക്. അമ്മൂട്ടി ഇതൊക്കെ പഠിച്ച് അമ്മൂന്റെ ജർമ്മനി പോയിട്ടോ. ജർമ്മനി പോയിട്ടോ പഠിക്കുക. ജർമ്മൻ ഫുഡാ. എൻ്റെ കുട്ടി അമ്മൂട്ടി നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞല്ലേ അതൊരു കലയാണ് സത്യം. ഒരാളുടെ ഒരു മനസ്സിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്നറിയോ? വിശപ്പിന് ഭക്ഷണം അല്ലേ ഏട്ടാ, ഇടാന് തുണി. എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഒന്ന് ഞാൻ ഇവിടുന്ന് വാങ്ങി ഇങ്ങോട്ട് വെക്കണ്ടേ. അവള് വെറുതെ പറയണേ. അവൾക്ക് നമ്മുടെ എല്ലാ അവസ്ഥകളും അവൾക്ക് അറിയുന്നത്. അപ്പം അവൾ അതിനനുസരിച്ചിട്ട് ചെയ്യുള്ളൂ. വെറുതെ പറയും. എൻ്റെ കുട്ടിയുടെ ഓരോ ആഗ്രഹങ്ങൾ പഠിച്ച് നല്ല ജോലി കിട്ടട്ടെ ഭഗവാനെ. ഞങ്ങൾ എല്ലാവരുടെയും പെൺകുട്ടികളും ആൺകുട്ടികളായാലും നമ്മുടെ അച്ഛനമ്മമാരുടെ മനസ്സിലൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് ഇത്രയും കാലം എൻ്റെ അമ്മ
എന്താ പറയുമ്പോൾ അറിയരുതില്ല. പക്ഷെ ഞാൻ എന്ന് അമ്മയോ എനിക്ക് അപ്പം മുതൽ മനസ്സിലാവാൻ തുടങ്ങി എൻ്റെ അമ്മയുടെ വിഷമം എന്താ. അപ്പം തന്നെ മനസ്സിലാവും. അത് വരെ ഞാനില്ലേ അതുവരെ മനസ്സിലായില്ല. ഇത് ഓഫാക്കട്ടെ. എന്ത് ഇത് കൊള്ളില്ല തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക്. മറ്റേതിക്കാക്ക് ബിരിയാണി പാത്രത്തിൽ. മറ്റേ ബിരിയാണി പാത്രത്തിക്കോ? വലുതിക്ക്. പിന്നെ പുറത്തുമില്ലേ, ഇടങ്ങറാവണ്ട. എന്നാൽ അതൊന്നും എടുത്തിട്ട് വരുമോ? ഓ എൻ്റെ കുട്ടിച്ചിത് ഇഷ്ടാണോ? എൻ്റെ കുട്ടിച്ചിത് ഇഷ്ടാണ്. ഇത് ഇളക്കാൻ പറ്റാണ്ട് നമ്മൾ. അത് ചിക്കൻ കറിയല്ല, വെറൈറ്റി ആണ്. ഇതങ്ങോട്ട് വെച്ചാ 2 കിലോ 3 കിലോ അതവിടേക്ക് അങ്ങോട്ട് പരിപാടി ഉണ്ട്. ഇനി ബാക്കി ചിക്കൻ വേറെ. ഇതങ്ങോട്ട് വെക്കി അവിടെ വെക്കി, അവിടെ പുറത്തേക്ക് വെക്കി. എത്ര എല്ലാരും ചടച്ച് പോയിട്ടോ കഷ്ടം നുറുക്കി തന്നേന്. ഇനി കഷ്ടം നുറുക്കിയവരല്ലേ ചടച്ച്, കണ്ടവരും ചടച്ചോ? വറുത്തതാണ്. അതെ, വറുത്തതൊക്കെ കണ്ടവര് തോറ്റുന്ന്. വറുത്തതൊക്കെ ഇപ്പൊ തരും. കിച്ചൺ വെക്കുന്നത് ഇതൊക്കെ വെക്കി കഴുകാനാണ്. പണി തുടങ്ങി. പണിയല്ല, കുരുമുളക് കേട്ടോ പൊടിച്ചത്. കുറച്ചല്ലേ ഉള്ളൂ. എടി സതിയേട്ടൻ്റെ അടുത്ത് ഇല വെട്ടാൻ പറയടി പെണ്ണേ. ഒക്കെ പാത്രങ്ങൾ കഴുകാനാണ്. ഒക്കെ ഇവിടെ ഓരോന്ന് കുട്ടികൾ എടുത്തിട്ട്. ചാറ് വേണ്ട, ചാറ് പാടില്ല. ഇതാട്ടോ കളറൊക്കെ കണ്ടോ. നമ്മളിതിക്ക് മുട്ട ഇട്ടിട്ടില്ലല്ലോ. മുട്ട നേർത്തിടേണ്ടതാണ് കേട്ടോ. അപ്പയ്ക്ക് എനിക്ക് ശ്രദ്ധ പോയി. എന്തിനേന്നറിയോ? വേറെ എന്തെങ്കിലും ഒന്നുമില്ല. പാത്രത്തിൻ്റെ ഇതെടുത്തിട്ട് നമ്മൾ ഇതും ടൊമാറ്റോ സോസും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പയ്ക്കും പിന്നെ ഈ പാത്രം എടുക്കാനും ഉടയാൻ പാടില്ല കേട്ടോ. ചോറ് ഇതാണ്ടോ നമ്മൾ ചെയ്യുമ്പോഴും ഇങ്ങനെ ചെരിച്ച് ആകെയുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഈ പാത്രം കഴുകൽ. ഇതിൽ കൂടെ വേണമെങ്കിൽ ചിക്കൻ ഇടാം കേട്ടോ. ഇതിപ്പോൾ 4-5 കഷ്ണം നമ്മൾ ഇതുണ്ടാക്കിയപ്പോൾ അതിൽ ചിക്കൻ ഇട്ടില്ല. കിച്ചു ഒരു കത്തി കൊണ്ട് കൊഞ്ചത്തി ഇല മുറിക്കാൻ. ചെരുപ്പിട്ട് പോട്ടോ, നോക്കിപ്പോ വഴുക്കുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫ്രൈഡ് റൈസ്. ഇത് വൈകുന്നേരത്തേക്ക് ആകുമ്പോക്കോളൂ. ഇങ്ങനെ ഇളക്കുമ്പോഴേ വലത്തെ കയ്യിന് ചില സമയത്തൊരു പേടിപ്പാ. സുനെ അവിടെ റെഡി ചെയ്യുക. ടേസ്റ്റർ എങ്ങനെയുണ്ട് ആ ചെമ്പിൽ? ഇതാട്ടോ ഈ പാത്രം എടുത്തോട് നന്നായിട്ട് അല്ലേ പറഞ്ഞ ഇടങ്ങറായിട്ട് ഇളക്കണ്ടേ? അല്ലെങ്കിൽ കുറേ നേരം ഇളക്കിയിട്ട് കൈ. ഇനി വേണോ കുരുമുളക്? ഫ്രൈഡ് റൈസ് കാണുമ്പോൾ തന്നെ അറിയില്ലേ നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് നന്നായിട്ടുണ്ട് എന്നുള്ളത്? ഇതാ ഈ ചിക്കൻ്റെ ഈ ഒരു കളർ വ്യത്യാസം മാത്രം ഇങ്ങനെയെന്ന് മാത്രം കേട്ടോ. ഇനി അത് നമ്മൾ ഇതിൻ്റെ പ്രശ്നം കൊണ്ട് അമ്മൂട്ടി എന്താ കണ്ടപ്പോ സന്തോഷം. നമുക്കറിയുന്ന പോലെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതേ ഉള്ളൂ കേട്ടോ അതിൽ കാര്യം, അല്ലാതെ വേറൊന്നുമില്ല അല്ലേ? ചിലപ്പോൾ അതിൽ നല്ലത് നമ്മളിപ്പോൾ ബിരിയാണി കടയിൽ പോയിട്ട് കഴിക്കുമ്പോൾ അല്ലേ ഒരു സുഖമില്ലാത്ത ഡാലിൻ്റെ കാര്യങ്ങളൊക്കെ അധികമായി വയറിന് സുഖമില്ലാണ്ട് ആകെ ഉറക്കം തൂങ്ങുകയും തിരിക്കുന്നുണ്ട്. നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ എത്ര സുഖമാണ്, നല്ല ടേസ്റ്റ് കഴിക്കുകയും ചെയ്യുക, വയറിനും കേടില്ല. അപ്പോൾ അതാണ് നല്ലത്. പിന്നില്ലേ ഇതാ എന്താ നമ്മളൊരു കാര്യം കൂടി ചിന്തിക്കും. എന്താ ഒരു സന്തോഷം വന്നിട്ട് ചിരിച്ചാ വയ്യേ പറയണ പോലെ. എന്നിട്ട് കുട്ടികളെ പോയിട്ട് നിർത്തിയേക്കാം. മറ്റേതൊക്കെ ഗ്ലാസും വെള്ളവും ഒക്കെ എടുത്ത് വെച്ച കഴിക്കണത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോവല്ലേ? അങ്ങോട്ട് പോവാ. എല്ലാം തൊട്ടാൻ പറ്റും. എൻ്റെ കയ്യിൻ്റെ കോലം നോക്കും നിങ്ങൾ. കഴിക്കാം.
ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ്. അവർ കട അടച്ചിട്ടുണ്ട്, അപ്പോൾ പോയ കിട്ടുക സംശയം. അത് ടൊമാറ്റോ സോസ് അവരടച്ചിട്ടില്ല. ഊണായിട്ട് കിടക്കുന്ന സമയമായിരിക്കും. 4 മണിക്ക് നമ്മൾ തുറക്കും. പൊന്നൂസിന് വേണ്ടേ? പൊന്നൂസിന് കഴിക്കേണ്ട സമയം. പൊന്നേ അപ്പോഴേക്ക് വാശി കയറിയില്ലേ കടയിൽ കൊണ്ടുപോകത്തില്ല. നീയല്ല കൊണ്ടുവച്ച് പൊന്നാ. പൊന്നിന് മാമു ഉണ്ടേ. അല്ലേ മറ്റേ ചിക്കൻ കറി ഒന്നും അവന് ഒന്നും വേണ്ടിയില്ല. ചിക്കൻ കറി മല്ലൊന്നുമില്ലോ. പൊന്നൂസിന് മതിയായോ? മതിയായിട്ടില്ല. ഇനിയും ചിന്നണം കുറച്ചുകൂടെ ചിന്നടി. വാവേട്ടന് മതിയായോ? സംഭവം കുട്ടി കഴിച്ച എല്ലാം കഴിഞ്ഞു അല്ലേ? അപ്പോൾ അവിടെ കൊച്ചു ടി വി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ നിർത്തുകയാണ്. സംഭവം അടിപൊളിയായിട്ടോ അല്ലേ? സുനി നന്നായിട്ടുണ്ട്. അപ്പോൾ സംഭവം അല്ലേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇഷ്ടമായില്ലേ? നമുക്ക് ഇഷ്ടമായില്ലേ? ഞങ്ങളപ്പോൾ ആസ്വദിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്നാട്ടോ. ബാക്കിയുള്ളവരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നീച്ച് പോയി. അപ്പോൾ ഞങ്ങളുടെയും കഴിക്കൽ കഴിഞ്ഞു. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കണം കേട്ടോ. നടക്കണം. വെള്ളം തട്ടി മറിച്ച് വന്നു.